അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ഭൂമിയിൽ നമ്മെപ്പോലെ നമുക്ക് വേണ്ടി പിറന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളെ എല്ലാവർക്കും ഈ സമയത്ത് അറിയിക്കുന്നു. തിരുസന്നിധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ കഴിയുന്നത് ഏറെ അനുഗ്രഹകരമാണ്. ദൈവത്തിന് നമ്മോട് തോന്നുന്ന കരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യാത്ത കരുണാസമ്പന്നനായ ദൈവത്തിന്റെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ദൈവത്തിന് വാഴ്വുകൾ അർപ്പിക്കുകയാണ്. സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും സ്തോത്രത്തിനും ധനത്തിനും ജ്ഞാനത്തിനുമൊക്കെ നമ്മുടെ ദൈവമാണല്ലോ യോഗ്യൻ. ദൈവത്തിന് സ്തോത്രം. ബഹുമാന്യരായ ദൈവദാസന്മാരുടെ സാന്നിധ്യത്തെയും തിരിച്ചറിയുന്നു. നിങ്ങളെയൊക്കെ സാന്നിധ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും നാം ഒരുമിച്ച് ചേർത്ത് പഠിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിന്റെ ഭാഗങ്ങളിലേക്ക് അധികം നമ്മൾ പോയിട്ടില്ലെങ്കിൽ കൂടെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വരെ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ വരവുമായുള്ള ബന്ധത്തിൽ, സഭയുടെ എടുക്കപ്പെടിയിലുമായുള്ള ബന്ധത്തിൽ നാം ചില ആഴ്ചകളായിട്ട് പഠിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ രഹസ്യവരവും പരസ്യവരവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കുക. രഹസ്യവരവെന്നും പരസ്യവരവെന്നും ബൈബിൾ പദങ്ങൾ ഉപയോഗിച്ച് പറയുന്നില്ല. എന്നാൽ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള വരവിനെ നമ്മൾ രഹസ്യവരവെന്ന് പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നു. എന്നാൽ ഭൂമിയിലേക്ക് എല്ലാവരും കാൺകെ ഇറങ്ങി വരുന്ന കർത്താവിന്റെ വരവിനെ പരസ്യവരവെന്നും പഠന സൗകര്യാർത്ഥം നമ്മൾ വിളിക്കുന്നു. ആ രണ്ട് വരവുകൾക്കും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ഈ രണ്ട് പതനങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾക്കും തമ്മിലുള്ള താരതമ്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചത് 14-ാമത്തെ കാര്യമായിരുന്നു, അല്ലേ? അതില് നമ്മൾ പഠിച്ചത് സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരുമ്പോൾ സഹസ്രാബ്ദം ആരംഭിക്കുന്നില്ല. പകരം മഹാപീഡനമാണ് ആ സമയത്ത് ആരംഭിക്കുന്നത്. എന്നാൽ സഭയുമായി യേശു കർത്താവ് ഇറങ്ങി വരുമ്പോൾ പരസ്യവരവെന്ന് നമ്മൾ വിളിക്കുന്ന അതോടുകൂടെ സഹസ്രാബ്ദം ആരംഭിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും എന്ന് നാം തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുന്നു. എന്നാൽ 1000 ആണ്ട് വാഴ്ചയെ നിഷേധിക്കുന്നവരും ഉണ്ട് കേട്ടോ. 1000 ആണ്ട് വാഴ്ചയുമായുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുമായുള്ള ബന്ധത്തിലും 3 വാദഗതികളുണ്ട്. പ്രീ മില്ലേനിയനിസ്, മില്ലേനിയലിൻസ്, അതായത് സഹസ്രാബ്ദത്തിനു മുമ്പ് യേശു വരും എന്ന് വിശ്വസിക്കുന്നവർ.
സഹസ്രാബ്ദം എന്നൊരു സംഗതിയെ ഇല്ല എന്ന് കരുതുന്നവർ, സഹസ്രാബ്ദ നിഷേധവാദികൾ, ആമില്ലേനിയനിസം. പിന്നെ ഉണ്ട് പോസ്റ്റ് മില്ലേനിയൽ വാദികൾ. മഹാപീഡനത്തിന്റെ വിഷയത്തിലേതുപോലെ തന്നെ സഹസ്രാബ്ദത്തിന്റെ വിഷയത്തിലും ഈ 3 വാദഗതികൾ നിലനിൽക്കുന്നുണ്ട്. യേശുവിന്റെ വരവ് സഹസ്രാബ്ദത്തിന് മുൻപ് ഉണ്ടാകുമെന്ന് കരുതുന്നവർ, അല്ല സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമേ യേശു ഭൂമിയിലേക്ക് അല്ലെങ്കിൽ യേശുവിന്റെ 2ാം വരവ് സംഭവിക്കൂ എന്ന് പറയുന്നവർ, സഹസ്രാബ്ദമേ ഇല്ല എന്ന് വാദിക്കുന്നവർ. ഇങ്ങനെ 3 കൂട്ടരുണ്ട്. അതിൽ നമ്മൾ സഹസ്രാബ്ദാൽ പൂർവവാദികളാണ്. വി ആർ പ്രീ മില്ലേനിയലിസ്റ്റ്. നമ്മൾ വിശ്വസിക്കുന്നത് യേശുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് കർത്താവ് വരും. കർത്താവിന്റെ 2ാം വരവിന് ശേഷമേ 1000 ആണ്ട് വാഴ്ച ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അവർ കരുതുന്നത്, അതായത് സഹസ്രാബ്ദാൽ പരവാദികൾ, യേശു ക്രിസ്തുവിന്റെ വരവ് സഹസ്രാബ്ദത്തിന് ശേഷമേ കാണൂ, പോസ്റ്റ് മില്ലേനിയനിസം. അവർ വിശ്വസിക്കുന്നത് ഈ ഭൂമിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ യേശുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയാണെന്നാണ്. ഭൂമിയിലെ നന്മകളൊക്കെ. എന്നാൽ ലോകമഹായുദ്ധങ്ങളും മഹാമാരികളും ഒക്കെ സംഭവിച്ചപ്പോൾ അവരിൽ ചിലരൊക്കെ അവരുടെ ആശയഗതികൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുവെ നിലനിൽക്കുന്ന വാദം ഇങ്ങനെയാണ്. ഏതായാലും തിരുവെഴുത്ത് നമുക്ക് ഉറപ്പു തരുന്നത് യേശുക്രിസ്തു സഭയുമായി ഭൂമിയിലേക്ക് വന്ന ശേഷമേ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കൂ എന്നാണ്. സ്തോത്രം. അതിൽ ക്രിസ്തു ഈ ഭൂമിയിൽ വാഴും. ക്രിസ്തു ഈ ഭൂമിയിൽ വാഴും. ദാവീദിന്റെ പുത്രനായിട്ട്, ദാവീദ് സന്തതിയായി യേശു രാജ്യഭാരം ഏറ്റെടുക്കും. പഴയ നിയമത്തിലും അതേ സംബന്ധിച്ച ധാരാളം പ്രവചനങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതലേ നമുക്ക് അതേപ്പറ്റിയുള്ള പ്രവചനങ്ങൾ കാണാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണവും നമുക്ക് കാണാം. സ്തോത്രം. ഇപ്പം ഉൽപ്പത്തി പുസ്തകം മുതലേ നമുക്ക് യേശുക്രിസ്തു ഭൂമിയിൽ ഭരണം നടത്തുന്നതിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. രൂപകങ്ങളിലൂടെ, സാദൃശ്യങ്ങളിലൂടെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. അപ്പോൾ തന്നെ ചിലയിടത്ത് വളരെ വ്യക്തതയോടെ യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ബാക്കിയുള്ളതൊക്കെ വിട്ടുകളഞ്ഞാലും ഏറ്റവും പ്രധാനമായി യേശുക്രിസ്തു ഭൂമിയിൽ ഭരണം നടത്തുന്നതിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് യാക്കോബ് തൻ്റെ മക്കളെ അവരുടെ ഭാവി സംബന്ധിച്ച് അനുഗ്രഹിച്ച വിഷയത്തിലാണ്. അതിനു മുമ്പും പലയിടത്തുമുണ്ട്, എങ്കിലും വളരെ വ്യക്തതയോടെയുള്ള ഒരെണ്ണം നമ്മൾ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 49-ാമത്തെ അധ്യായത്തിൽ, ചാപ്റ്റർ 49 of Genesis, where Jacob was blessing his children in regard with the future of his descendants. തൻ്റെ മക്കളുടെ ഭാവിയെ സംബന്ധിച്ച് യാക്കോബ് തൻ്റെ തലമുറകളെ, മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യഹൂദ തൻ്റെ 4-ാമത്തെ മകനായ യഹൂദയെ പറ്റി പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നുണ്ട്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ചു കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആരവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം
ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷ രസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ടും ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു. മതി. താങ്ക് യു സോണി ബ്രദർ. വളരെ കൃത്യതയോടെ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെയും തൻ്റെ രാജ്യത്വത്തെയും കുറിച്ച് ഇവിടെ യാക്കോബ് തൻ്റെ മകനായ യഹൂദയോട് പ്രവചിച്ചു പറയുകയാണ്. ഇവിടെ പറയുന്നത് ഈ 12 മക്കളെയും അവരുടെ ജീവകാലം മാത്രം സംബന്ധിച്ചല്ല, അവരുടെ തലമുറകളുടെ ഭാവിയെക്കുറിച്ചും കൂടെയാണ് യാക്കോബ് പറയുന്നത്. അതിൽ പ്രധാനമായും ഇവിടെ യഹൂദയെക്കുറിച്ച്, ജൂഡ, ദ സൺ ഓഫ് ജേക്കബ്, അദ്ദേഹത്തെ പറ്റി, തൻ്റെ തലമുറകളെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. യഹൂദ ഒരു ബാലസിംഹം. നാം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ യേശുവിനെ പറ്റി കണ്ടിരുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് യേശു. ഇത് ഒരു അനാലജിയാണ്, മെറ്റഫോറാണ്, ഒരു സാദൃശ്യമാണ്, ഒരു രൂപകമാണ്. ലയൺ represents kingship. നമുക്കറിയാം, സിംഹം കാട്ടിലെ രാജാവാണ്. അതാണ് യേശുവിന്റെ രാജ്യത്വത്തെയാണ് സിംഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ യേശു സിംഹമായതുകൊണ്ടോ യേശു സിംഹമായിട്ടെങ്ങാണം അവതരിച്ചത് കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ ഭാരതത്തിലെ അവതാരങ്ങളെ പറ്റി പറയുമ്പോൾ നരസിംഹ, മനുഷ്യൻ, സിംഹം, പിന്നെ മത്സ്യമായിട്ടും അങ്ങനെ പല രീതിയിൽ ഈശ്വരൻ അവതരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിംഹത്തിന്റെ അവതാരമൊന്നുമല്ല യേശു. വെറും രൂപകം, വെറും സാദൃശ്യം മാത്രമാണ്. സിംഹം മൃഗങ്ങളുടെ രാജാവായിരിക്കുന്നത് പോലെ ഇവിടെ യേശുക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് മാത്രം. അത് ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. യേശു യഹൂദ ഗോത്രത്തിലെ സിംഹം. അത് യേശുവിന്റെ രാജത്വത്തെ ചിത്രീകരിക്കുന്നു. യഹൂദ ഗോത്രമാണ് ഇസ്രായേലിലെ രാജകീയ ഗോത്രം. ആ ഗോത്രത്തിലാണ് യേശു പിറന്നത്. ദാവീദും ആ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ദാവീദിനാണ് ഇസ്രായേലിന്റെ നിത്യരാജ്യത്വം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതും. ദാവീദിനോടാണ് തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു പുരുഷപ്രജ ഇല്ലാതെ പോകയില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തത്. അതിനെയാണ് ഡേവിഡിക് കവനന്റ്, ദാവീദിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി എന്ന് നാം മനസ്സിലാക്കുന്നതും. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പറയുന്നതാണ് 10-ാമത്തെ വാക്യത്തിൽ, അവകാശമുള്ളവൻ വരുവോളം, സ്കെപ്ചർ, ചെങ്കോൽ യഹൂദയിൽ നിന്ന് മാറിപ്പോകയില്ല, രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ഇവിടെ യേശുവിനെ വിളിക്കുന്നത് അവകാശമുള്ളവൻ, വരുവാനുള്ള രാജാവെന്നാണ്. അവിടുന്ന് താഴോട്ട് വരുമ്പോൾ 11-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്ന ഒരു കാര്യം, അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു.
യെശയ്യാ 63 അധ്യായത്തിലും അതിന്റെ പൂർത്തീകരണം കുറെ കൂടെ വ്യക്തതയോടെ യെശയ്യാ പ്രവാചകൻ കാണുന്നു. അതിൻ്റെയും നിവൃത്തീകരണം നമുക്ക് വെളിപ്പാട് പുസ്തകം 19 അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യേശു രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നതായി, രക്താംബരം ധരിച്ചിരിക്കുന്നതായി, ചെമന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നതായി. അതിന്റെ സൂചനയാണ് രക്തം തളിച്ച ഉടുപ്പ്. വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. അത് കർത്താവ് ഭൂമിയിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരുമ്പോൾ തൻ്റെ ജനമായ ഇസ്രായേലിനെ ശത്രുകരങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ആ ഒരു ചിത്രമാണ് ഇവിടെ യാക്കോബ് പ്രവചിച്ചു പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ 1 അധ്യായം മുതൽ നാം കർത്താവിനെ കുറിച്ച് വായിക്കുന്നു. 1 അധ്യായത്തിലും 2-3 അധ്യായങ്ങളിൽ സഭകളോട് പറയുമ്പോഴും 19 അധ്യായത്തിൽ കർത്താവ് മടങ്ങി വരുന്നതിനെ കുറിച്ച് പറയുമ്പോഴും അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് എന്ന് പറയുന്നു. അതിന്റെ മറ്റൊരു പ്രതിരൂപമാണ് ഇവിടെ നാം ഉൽപ്പത്തി 49:12 കാണുന്നത്. അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുമന്നിരിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ 1-ാം പുസ്തകമായ ഉൽപ്പത്തി മുതൽ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് വരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നു. അതിൽ വെളിപ്പാട് പുസ്തകത്തിലാണ് ആ പ്രവചനങ്ങളുടെ 65 പുസ്തകങ്ങളിലും ബൈബിളിലെ 65 പുസ്തകങ്ങളിലും പറയുന്ന യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ സംബന്ധിച്ച പ്രവചനങ്ങൾ നിറവേറി കാണുന്നത്. രാജത്വത്തെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റെല്ലാ പ്രവചനങ്ങളുടെയും നിറവേറലാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ ദ ബുക്ക് ഓഫ് കൺസ്യൂമേഷൻസ്, പൂർണ്ണതകളുടെ പുസ്തകം എന്ന് വിളിക്കുന്നത്. പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അതിലൊരു പ്രധാനപ്പെട്ട പ്രവചനമാണ് യേശുക്രിസ്തുവിന്റെ രാജത്വം എന്നുള്ളത്. യേശു ജനനത്തിൽ തന്നെ രാജാവായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. കിഴക്ക് നിന്നും വന്ന വിദ്വാൻമാർ രാജകൊട്ടാരത്തിൽ അതുകൊണ്ടാണ് എത്തിയത്. രാജാവായി പിറന്നവൻ കൊട്ടാരത്തിലല്ലാതെ പിന്നെ എവിടെയാ എന്നുള്ള ചിന്തയിൽ അവർ യേശുവിന് അർപ്പിച്ച ദാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പൊന്നും മൂരും കുന്തിരിക്കവും. വിശേഷിച്ച് പൊന്ന് യേശുവിന്റെ രാജത്വത്തിന്റെ പ്രതീകമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. യെശയ്യാവ് ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ കഷ്ടതകളെ കുറിച്ച് പ്രവചിച്ച് നിർത്തിയില്ല. പിൻവരുന്ന മഹത്വത്തെക്കുറിച്ചും അവർ പ്രവചിച്ചു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം നമ്മൾ കുറച്ച് ദിവസം മുൻപ് വായിച്ചിരുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ അവർ ക്രിസ്തുവിന് വരുന്ന എടുത്തെങ്കിൽ വായിച്ചോളൂ. 1 Peter 1:10. നിങ്ങൾ വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയമേതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. മതി. അവിടെ നമുക്ക് വേണ്ടത് അത്രേ ഉള്ളൂ. അവർ ക്രിസ്തുവിന് വരുവാനുള്ള കഷ്ടതകളെയും പിൻവരുന്ന മഹിമ അല്ലെങ്കിൽ മഹത്വത്തെയും കുറിച്ച്
പ്രവാചകന്മാർ പ്രവചിച്ചു. യെശയ്യാവ് തന്നെ 50, 51, 52, 53 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പറയുമ്പോൾ വെറും ക്രൂശീകരണവും മരണവും കൊണ്ട് പ്രവചനം നിർത്തുന്നില്ല, പിൻവരുന്ന മഹത്വത്തെ പറ്റി പറയുന്നു. ദാവീദ് എന്ന പ്രവാചകൻ രാജാവായിരുന്നു, ഒപ്പം താൻ പ്രവാചകനുമായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് വളരെ പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 2-ാം സങ്കീർത്തനം മുതൽ ഇങ്ങോട്ട്. അതിൽ 2-ാം സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് പറയുന്നുണ്ട്, യഹോവ പുത്രനായ ക്രിസ്തുവിനെ സിയോനിൽ രാജാവായി വാഴിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് എഴുതുന്നത് പോലെ ദാവീദ് എഴുതി വെച്ചിട്ടുണ്ട് 22-ാം സങ്കീർത്തനത്തിൽ. യേശുവിന്റെ മരണവിധം എങ്ങനെയായിരിക്കും, യേശു എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ദൃക്സാക്ഷിയെ പോലെ സങ്കീർത്തനം 22-ൽ ദാവീദ് എഴുതി വെച്ചിട്ടുണ്ട്. അസ്ഥികൾ ബന്ധം വിട്ടു പോകുന്നത്, കൈകാലുകൾ തുളയ്ക്കുന്നത്, ദാഹം കൊണ്ട് നാക്ക് അണ്ണാക്കോട് വറ്റിപ്പോകുന്നത്, പറ്റിയിരിക്കുന്നത്, വസ്ത്രം പകുത്തെടുക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദാവീദ് ദൃക്സാക്ഷി എന്നതുപോലെ വിവരിക്കുന്നുണ്ട്. എന്നാൽ ആ ദാരുണമായ മരണവിധം ദാവീദ് പ്രവചിച്ച് നിർത്തിയില്ല. പിന്നീട് കർത്താവിന് വരുന്ന മഹത്വത്തെക്കുറിച്ചും പ്രസ്താവിച്ചിട്ടുണ്ട്. സ്തോത്രം. ഏതാണ്ട് 26 മുതൽ അല്ലെങ്കിൽ 25 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന് വരുവാനുള്ള മഹത്വത്തെ പറ്റിയാണ് പ്രസ്താവിക്കുന്നത്. ഭൂമിയുടെ അറുതികളൊക്കെ അവനെ ഭയപ്പെടുന്നത്, ജാതികളെ ഭരിക്കുന്നവന്റെ രാജത്വം, എല്ലാവരും അവന്റെ മുമ്പിൽ കുമ്പിടുന്നത് തുടങ്ങിയുള്ള കർത്താവിന്റെ മഹത്വത്തെ പറ്റി പറയുന്നുണ്ട്. പറഞ്ഞു വന്നതിന്റെ സാരം, ബൈബിൾ ഉൽപ്പത്തി മുതൽ യൂദായുടെ ലേഖനം വരെ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെയും രാജത്വത്തെയും അധികാരത്തെയും ന്യായാധിപത്യത്തെയും കുറിച്ച് പ്രവചിക്കുന്നു. So books from Genesis to Jude prophesy about Jesus' glory, his exaltation, his kingship, his royalty, his being the judge of the world. But all those prophecies from Genesis we see fulfilled in the book of Revelation. That's why we call it the book of fulfillments, book of consummations. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയിൽ വാഴും. അതിനുവേണ്ടി ആ രാജവാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്ന് നാം കാണുന്നു. എന്തിനേറെ, ജാതീയ രാജാവായിരുന്ന നെബൂഖദ്നേസറിനോട് പോലും ദൈവം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല ആവർത്തി വായിച്ചതാണ്, അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല, പറഞ്ഞു പോകുന്നു. ദാനിയേൽ 2-ന്റെ 34, 35 വാക്യങ്ങളിലും 44, 45 വാക്യങ്ങളിലും, Daniel 2, 34, 35 and 44, 45. Even God revealed how Jesus would reign on earth and how his kingdom will be eternal kingdom.
He revealed it to Nebuchadnezzar, the Babylonian king. ബാബിലോണ്യ രാജാവായിരുന്ന നെബൂഖദ്നേസറിന് പോലും ദൈവം യേശുവിന്റെ രാജ്യത്വത്തെ പറ്റി വെളിപ്പെടുത്തി കൊടുത്തു. നമുക്കറിയാം, നെബൂഖദ്നേസർ ഒരു വലിയ ബിംബത്തിന്റെ സ്വപ്നം കാണുന്നു. ആ ബിംബത്തിന് 4 ഭാഗങ്ങളുണ്ട്. തല ബാബിലോണിനെ കാണിക്കുന്നു, നെഞ്ചും കൈകളും മേദ്യ പേർഷ്യയെ കുറിക്കുന്നു, അരയും വയറും ഗ്രീസിനെയും കാലുകൾ റോമിനെയും. അങ്ങനെ 4 ലോക സാമ്രാജ്യങ്ങൾ ഉണ്ടാകും എന്ന് ദൈവം നെബൂഖദ്നേസറിനോട് പറയുന്നു. ദാനിയേൽ അർത്ഥമൊക്കെ വിവരിച്ചു കൊടുക്കുന്നു. അതിന്റെ അർത്ഥമാണ് നാം 44 45 വാക്യങ്ങളിൽ കാണുന്നത്. എന്നാൽ ഈ 4 സാമ്രാജ്യങ്ങൾ നിലനിൽക്കുന്നില്ല. ഒന്നിനു വേണ്ടി മറ്റൊന്ന് മാറിക്കൊടുക്കുന്നു. നല്ലതിൽ നിന്ന്, ഏറ്റവും നല്ലതിൽ നിന്ന് തീയതിലേക്ക് തരം താണു വരികയാണ്. ഏറ്റവും ഒടുവിൽ താൻ എന്താ കാണുന്നത്? കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വരുന്നതും ഈ വലിയ ബിംബത്തെ അടിച്ച് തകർക്കുന്നതും ആ കല്ല് പിന്നീട് ഭൂമിയിൽ നിറഞ്ഞ് വളർന്ന് നിറയുന്നതും. അതിന്റെ അർത്ഥം 44 45 വാക്യങ്ങളിൽ ദാനിയേല് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ സംബന്ധിച്ചാണ്. ചിലർ കരുതുന്നുണ്ട് അവിടെ പറയുന്ന കല്ല് സഭയാണെന്ന്. അല്ല, സഭയെ കല്ല് എന്ന് വിളിച്ചിട്ടില്ല. കല്ലായി, പാറയായിട്ട് പറയപ്പെടുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു യുഗങ്ങളുടെ പാറ, പിളർക്കപ്പെട്ട പാറ, ഇസ്രായേലിനെ അനുഗമിച്ച പാറ. ഇങ്ങനെ യേശുക്രിസ്തുവിനെയാണ് പഴയ നിയമവും പുതിയ നിയമവും പാറ എന്ന് വെളിപ്പെടുത്തുന്നത്. പത്രോസിനെ ഒരു പാറ കഷണം എന്നാണ് വിളിച്ചത്, പെട്രാസ്. എന്നാൽ ക്രിസ്തുവാണ് പാറ, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു, ഉറപ്പുള്ള പാറയായ ക്രിസ്തു, രക്ഷയുടെ പാറയായ ക്രിസ്തു. അങ്ങനെ ക്രിസ്തുവിനെയാണ് വേദപുസ്തകം പാറ എന്ന നിലയിൽ വെളിപ്പെടുത്തുന്നത്. ക്രിസ്തു, ആ ക്രിസ്തു നമുക്കിവിടെ ദാനിയേൽ 2-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത് ഭൂമിയിലെ മാനുഷിക ഭരണകൂടങ്ങളെ മുഴുവനും അടിച്ചു തകർത്ത് തരിപ്പണമാക്കി അവയുടെ സ്ഥാനത്ത് ലോക ഭരണം ഏറ്റെടുക്കുന്ന പാറയായിട്ടാണ്. So this Christ, who is the rock of ages, the rock that followed Israel all through their wilderness journey, as per 1 Corinthians chapter 10. The rock that was cleft, the rock of salvation, the rock of stronghold. All these are the usages found in the Old Testament and in the New Testament. Then when we come to the New Testament, exclusively we see Christ as the cornerstone, rather the chief cornerstone. Again, we see
In Daniel 2 and 1 Peter 2, Christ is the living stone. Christ is the living stone. He was the rejected stone, but God made him the chief cornerstone. നാം സങ്കീർത്തനങ്ങളിൽ നിന്നും കാണുന്നുണ്ട്, യേശു തള്ളപ്പെട്ട പാറയായിരുന്നു. എന്നാൽ തള്ളപ്പെട്ട പാറയായ ക്രിസ്തുവിനെ ദൈവം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി ദൈവം തീർത്തു. അതുകൊണ്ട് നമുക്ക് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിലും 1 പത്രോസ് 2-ാം അധ്യായത്തിലും കാണുവാൻ കഴിയുന്നു, യേശു സഭയെന്ന സൗധത്തിന്റെ അല്ലെങ്കിൽ ദൈവീക ആത്യന്തിക പദ്ധതിയുടെ പ്രധാനപ്പെട്ട മൂലക്കല്ലാണ്. പത്രോസ് 2-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു, ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട്. അപ്പോൾ യേശു ജീവനുള്ള കല്ലാണ്, ലിവിങ് സ്റ്റോൺ. ആ ലിവിങ് സ്റ്റോണിനെയാണ്, ആ ജീവനുള്ള കല്ലിനെയാണ് നമുക്ക് ദാനിയേൽ 2-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. ആ ജീവനുള്ള കല്ലായതുകൊണ്ടാണ് ആരുടെയും കൈ തൊടാതെ താനേ പറഞ്ഞു വന്നത്. അന്നുവരെ ഉണ്ടായിരുന്ന സകല മാനുഷിക രാഷ്ട്രീയ ഭരണകൂടങ്ങളെയും കളയുന്നത്. ആ സ്ഥാനത്ത് അത് ഏറ്റവും വലുതായി വളർന്ന് ഭൂമിയിൽ നിറയുന്നത് ജീവനുള്ള കല്ലായതുകൊണ്ടാണ്. സ്തോത്രം. അവിടെ ഒരു ചിന്ത കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു മരിച്ചു, കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. കല്ലിൽ കൊത്തിയ, കല്ലിൽ കുഴിച്ചെടുത്ത, കല്ലിൽ കൊത്തിയെടുത്ത ഒരു കല്ലറയാണ്. എന്നിട്ട് മരിച്ച യേശുവിന്റെ ശരീരം, അല്ലെങ്കിൽ യേശുവിന്റെ മരിച്ച ശരീരം അവർ കല്ലിൽ വെട്ടിയെടുത്ത കല്ലറയിൽ വെച്ചിട്ട് വാതിലും വലിയൊരു കൽക്കഷണം കൊണ്ട് അടച്ചു വെച്ചു. സർക്കാരിന്റെ മുദ്ര, ഇമ്പീരിയൽ മുദ്രയും അതിൽ പതിപ്പിച്ചു. പട്ടാളക്കാരെയും കാവലാക്കി. ഇന്നും ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ പട്ടാളമാണ് റോമൻ പട്ടാളം. ഏറ്റവും ശക്തന്മാരായ പട്ടാളം. പക്ഷേ കല്ലിൽ കൊത്തിയ കല്ലറയ്ക്കോ കല്ലുകൊണ്ടുണ്ടാക്കിയ അതിൻ്റെ അടപ്പ് വാതിലിനോ അതിനെ മുദ്ര വെച്ച രാഷ്ട്രീയ ശക്തിക്കോ കാവൽ കാത്തുകൊണ്ടിരുന്ന പട്ടാള ശക്തിക്കോ ഒന്നിനും യേശുവിൻ്റെ ഉയർപ്പിനെ തടയാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് പറഞ്ഞാൽ ജീവനുള്ള കല്ല്, അകത്തിരുന്നത് ജീവനുള്ള കല്ലായിരുന്നു. അതുകൊണ്ട് ആ കല്ലിന്റെ, ജീവനുള്ള കല്ലായ യേശുവിന്റെ ഉയർപ്പിനെ തടയാൻ ബാഹ്യശക്തികൾക്ക് കഴിയാതിരിക്കേണ്ടതിന് ചെയ്യാവുന്നതെല്ലാം റോമ, യഹൂദ, മത രാഷ്ട്രീയ ഭരണകൂടങ്ങൾ, മത രാഷ്ട്രീയ സൈന്യ ഭരണകൂടങ്ങൾ ചെയ്തു വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അകത്ത് ഇരിക്കുന്നത്, അകത്ത് ശീലകൾ ചുറ്റിവെച്ചത് ജീവനുള്ള കല്ലാണെന്ന തിരിച്ചറിവില്ലാതെ അവനെ കല്ലറയിൽ തന്നെ ഒടുക്കി വയ്ക്കുവാൻ
ബാഹ്യമായി ചെയ്യാവുന്നതെല്ലാം രാഷ്ട്രീയ ശക്തിയും മതശക്തിയും സൈന്യശക്തിയും സാത്താന്യ ശക്തിയും ഒക്കെ കൂടെ ചേർന്ന് ചെയ്തു വെച്ചു. പക്ഷെ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലാതെ ഉയർക്കുവാൻ കഴിയുന്ന, തന്നിൽ തന്നെ ജീവനുള്ള, സ്വയം ജീവൻ വെച്ചുകൊടുക്കാനും വെച്ചുകൊടുത്ത ജീവനെ തിരികെ പ്രാപിപ്പാനും കഴിയുന്ന ജീവനുള്ള കല്ലാണ് യേശു എന്ന് ഇവര് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് ബാഹ്യശക്തികളുടെ മുഴുവൻ ഇടപെടലുകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് യേശു മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? പറഞ്ഞു വന്നതിന്റെ സാരം എത്രയേ ഉള്ളൂ. യേശു ക്രിസ്തു സഭയെ ചേർക്കുവാനായി വരുന്ന വരവിനെ പറ്റി പഴയ നിയമത്തിൽ എങ്ങും പ്രവചനങ്ങൾ ഇല്ലെങ്കിൽ കൂടെ യേശു ക്രിസ്തു രാജാവായി വരുന്നതിനെ കുറിച്ച് ഉൽപ്പത്തി മുതലേ പ്രവചനങ്ങളുണ്ട്. അവയെല്ലാം യേശുവിൽ പൂർത്തീകരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട പൂർത്തീകരണമാണ് യേശു രാജാവ് എന്നുള്ളത്. അത് യേശുവിന്റെ ജനനത്തിങ്കിൽ നമ്മൾ കണ്ടു, യേശുവിന്റെ മരണത്തിലും നമുക്ക് കാണാം, അല്ലേ? യഹൂദന്മാർ യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ആരോപിച്ച കുറ്റം ഇവൻ രാജാവെന്ന് തന്നെ പറഞ്ഞുവെന്ന, തന്നെ കുറിച്ച് തന്നെ താൻ രാജാവെന്ന് അവകാശപ്പെട്ടു. അത് രാജ്യദ്രോഹ കുറ്റമാണ്. പരമാധികാരിയായ റോമൻ കൈസർക്ക്, ചക്രവർത്തിക്കെതിരായിട്ടുള്ള കുറ്റമാണ്. വധശിക്ഷയാണ് അതിന് ലഭിക്കേണ്ടത്. അങ്ങനെ യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു കൊല്ലുവാൻ വേണ്ടി അത്രേ യഹൂദന്മാർ ഈ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ദൈവം അതിനെ തിരുത്തി രാജാവിനെ കൊണ്ട്, ഗവർണറെ കൊണ്ട്, ന്യായാധിപനെ കൊണ്ട് തിരുത്തി എഴുതിച്ചു. കുറ്റപത്രം എഴുതി ക്രൂശിൽ തൂക്കിയത്, യേശുവിന്റെ തലയ്ക്കൽ വെച്ചത് നമുക്കറിയാം. യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാര് പറഞ്ഞു, അങ്ങനല്ല, ഇത് പഴയതിനേക്കാൾ വലിയ കുഴപ്പമായല്ലോ. ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് സ്വയം പറഞ്ഞെന്നെഴുത്. ന്യായാധിപൻ പറഞ്ഞു, എഴുതിയത് എഴുതി. അപ്പോൾ യേശുവിന്റെ കുറ്റപത്രവും എന്തായിരുന്നു? യഹൂദന്മാരുടെ രാജാവ്. സ്തോത്രം. എന്നാൽ നാം പഴയ നിയമത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ച ഉൽപ്പത്തി 49 തന്നെ കാണുന്നുണ്ട്, യഹൂദന്മാരുടെ മാത്രമല്ല അവൻ രാജാവായിരിക്കുന്നത്, ജാതികളുടെ അനുസരണം അവനോടാകും. സകല ജാതികളും അവന്റെ മുമ്പിൽ കുമ്പിടും. സ്തോത്രം. ദാവീദ് പറഞ്ഞു, തങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. അപ്പോൾ യേശു ഭൂമിയിൽ വരുന്നത് തൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുൻപായിരിക്കും. അത് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന് പറയുന്നതോ, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമേ യേശു വരൂ, യേശു ഭൂമിയിൽ വന്നു കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ചയൊന്നും ഇല്ല, ഉള്ളതൊക്കെ ഇപ്പോഴാണെന്ന് പറയുന്നതോ വേദപുസ്തകത്തിന് നിരക്കാത്തതാണ്. അതുകൊണ്ട് ഓർക്കുക, വേദപുസ്തകം അനുസരിച്ചുള്ള യഥാർത്ഥ വിശ്വാസം, ഉപദേശം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് യേശു വരും എന്നുള്ളതാണ്.
നാമൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഭകളുടെയും വിശ്വാസ പ്രമാണത്തിനകത്ത് അതാണ് നാം കാണുന്നത്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് യേശു തേജസ്സിൽ ഭൂമിയിൽ പ്രത്യക്ഷനാകുകയും തൻ്റെ വിശുദ്ധന്മാരും ഒത്ത് ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴുകയും ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. വിശ്വാസ പ്രമാണം ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നതും വായിക്കുന്നതും കഴിയുമെങ്കിൽ മനഃപ്പാഠമാക്കി വെക്കുന്നതും നല്ലതായിരിക്കും. നമ്മൾ പൊതുവെ അടിസ്ഥാന വേദോപദേശങ്ങൾ 7 എന്ന് ചിന്തിച്ച് പോകുന്നവരാണ്. അങ്ങനെയല്ല എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. കുറഞ്ഞപക്ഷം നാം ഒക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന വിവിധ സംഘടനകളാണല്ലോ, വിവിധ ഡിനോമിനേഷൻസ്, പ്രസ്ഥാനങ്ങൾ. ആ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും വിശ്വാസ പ്രമാണം എടുത്ത് നോക്കിയാൽ മതി. 7 എന്ന ഒരു കണക്ക് അവിടെയെങ്ങും ഇല്ല. 7 എന്നൊരു കണക്ക് അവിടെയെങ്ങും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകും എന്നുള്ളതാണ്. സ്തോത്രം. അതാണ് നാം 14-ാമത്തെ കാര്യമായിട്ട് ചിന്തിച്ചത്. അപ്പോൾ ഒരു ചോദ്യം വന്നിരുന്നു. മഹാപീഡന കാലത്ത് കൊല്ലപ്പെടുന്ന, മർഡർ ചെയ്യപ്പെടുന്ന മഹാപീഡനകാല രക്തസാക്ഷികൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന ശേഷം സഹസ്രാബ്ദത്തിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കും എന്ന് നമ്മൾ കണ്ടല്ലോ. എന്നാൽ അന്ന് മരിക്കാതെ മഹാപീഡനകാലത്ത് കൊല്ലപ്പെടാതെ മരിക്കാതെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും കാണുകയില്ലേ? അവരുടെ ഗതി എന്താകും എന്നൊരു ചോദ്യം. അവരെയാണ്, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും, അങ്ങനെ ജീവനോടിരിക്കുന്നവരിൽ ഒരു ബഹുഭൂരിപക്ഷം വരുന്നത് യഹൂദന്മാരായിരിക്കും. ബാക്കി നല്ല ശതമാനം പേരെയും കൊല്ലും. എന്നാലും യേശുക്രിസ്തു തേജസ്സിൽ വിശുദ്ധന്മാരുമായി വരുമ്പോൾ മഹാപീഡന കാലത്തെ വിശുദ്ധന്മാർ പലരും ജീവനോടെ ഉണ്ടാകും. അവരെയും കർത്താവ് എന്ത് ചെയ്യും? കർത്താവിൻ്റെ വരവിൽ, ഭൂമിയിലേക്കുള്ള വരവിൽ സഹസ്രാബ്ദത്തിലേക്ക് ചേർത്തുകൊള്ളും. അവർ മരിക്കാതെ തന്നെ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ അകപ്പെടാതെയും അവർ ജീവനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. 1000 ആണ്ട് വാഴ്ച, ആ സമയത്ത് 1000 ആണ്ടിൽ മരണമുണ്ടാകുമോ എന്നൊരു ചോദ്യം വന്നു. തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ പോലെ മരണനിരക്ക് കൂടുതലായിരിക്കില്ല. The death rate will be very less. കുഞ്ഞുങ്ങളും ചിലപ്പോൾ മരിച്ചെന്നിരിക്കും. പക്ഷേ അന്ന് മരിക്കുന്ന ബാലന്മാർക്ക് 100 വയസ്സ് കാണും. ഇന്ന് ആയുസ് 100 വയസ്സ് പോലും ഇല്ല. അപ്പോൾ 10 വയസ്സുകാരനെ നമ്മൾ എങ്ങനെയാ കണക്കാക്കുന്നതെന്ന് നമുക്കറിയാം. അന്ന് ആയുസ് 1000 വർഷമാണ്. അപ്പോൾ ഇന്നത്തെ 10 വയസ്സുകാരന്റെ ഏതാണ്ടൊരു നിലയിലായിരിക്കും അന്നത്തെ 100 വയസ്സുകാരൻ. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ അതൊക്കെ ഗ്രഹിക്കാൻ ഒരല്പം പ്രയാസമായിട്ട് തോന്നിയേക്കാം. കാരണം 100 വയസ്സിനൊക്കെ മുകളിൽ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് അങ്ങോട്ട് ഓർക്കാൻ പ്രയാസ.
എന്നാൽ ആദമിനെ പോലെ അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ പോലെ മാക്സിമം 1000 വർഷം വരെ ജീവിച്ചിരിക്കുവാൻ കഴിയുന്ന ശരീരപ്രകൃതിയിലായിരിക്കും അന്ന് ഉള്ളത്. ഇന്നലെ പറഞ്ഞതുപോലെ 1000 ആണ്ടേക്ക് പ്രവേശിക്കുമ്പോൾ കാലാവസ്ഥ, എൻവയോൺമെന്റ്, ഇതെല്ലാം ഈ 1000 കൊല്ലം ജീവിച്ചിരിക്കത്തക്ക അവസ്ഥയിലേക്ക് മാറും. അന്ന് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ശരീരപ്രകൃതി, കാലാവസ്ഥ, ഭക്ഷണം, എല്ലാം തന്നെ ആ ഒരു ആയുർദൈർഘ്യത്തിന് ഉതകുന്ന നിലയിലേക്ക് മാറ്റപ്പെടും. ആ മാറ്റങ്ങൾ 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് മറ്റ് ചില സ്ഥലങ്ങളെ അപേക്ഷിച്ച് ആയുസ് കൂടുതലുണ്ടല്ലോ. വായു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടത്തുമ്പോൾ യാതൊരു വിധമായ നാശോന്മുഖമായ കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് 1000 ആണ്ടിലേക്ക് പ്രവേശിക്കുന്ന മഹാപീഡന കാലത്ത് മരിക്കാതെ കർത്താവിന്റെ വരവിൽ ജീവനോടിരിക്കുന്നവരെ കർത്താവ് 1000 ആണ്ടിലേക്ക് ചേർത്തുകൊള്ളും. ആ 1000 ആണ്ടിൽ അവര് കർത്താവിനോട് കൂടെ വസിക്കും. അവർ വാഴുകയായിരിക്കില്ല ശരീരത്തിലുള്ളവർ. കർത്താവിനോടുകൂടെ വാഴുന്നവർ തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കും. ബാക്കി ഭൂമിയിൽ അന്നുള്ള പ്രജകളെ ഭരിക്കുകയായിരിക്കും. അവർ ഭരിക്കപ്പെടുകയായിരിക്കും. ഭരണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ പിടിച്ചിട്ട് മടിയും പോലീസും ഒന്നും കാണത്തില്ല. അവിടെ ആശുപത്രി കാണത്തില്ല 1000 ആണ്ട് വാഴ്ചയിൽ. പോലീസ് സ്റ്റേഷൻ കാണത്തില്ല, ജയില് കാണത്തില്ല. സ്തോത്രം. ദുർഗുണ പാഠശാലയും സൽഗുണ പാഠശാലയും ഒന്നും കാണത്തില്ല. അവിടെ ഡോക്ടർമാരുടെയും ടീച്ചർമാരുടെയും ആവശ്യം വരത്തില്ല. പോലീസും പട്ടാളവും കാണത്തില്ല. ആയുധങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്നുള്ള പല ഫാക്ടറികളും പല പ്രൊഡക്ഷൻസും പല വസ്തുക്കളുടെയും നിർമ്മിതികളും കാണില്ല. ഇന്നുള്ള പല കൃഷികളും കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള വലിയ വ്യതിയാനങ്ങൾ സ്വഭാവത്തിലും പ്രകൃതത്തിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അന്ന് തേജസ്കരിക്കപ്പെട്ട വിശ്വാസികളും ജീവനോടെ ശരീരത്തിലുള്ളവരും മിക്സ് ആയിരിക്കുമല്ലോ. മിക്സ് ആയിരിക്കത്തില്ല. മീൻസ് തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് താമസിക്കാൻ ഇവിടെ വീടും യാത്ര ചെയ്യാൻ വണ്ടിയും ഒന്നും വേണ്ട. പക്ഷെ അവരും ഇക്കൂട്ടത്തിലുണ്ടല്ലോ. മറ്റവർ മനുഷ്യ ശരീരത്തിൽ തന്നെയല്ലേ മഹാപീഡന കാലത്ത് വിശുദ്ധന്മാർ. അവരിവിടെ ഉണ്ട്. യഹൂദന്മാരും ജാതികളുമായിട്ടുള്ളവർ, മഹാപീഡനകാലം അതിജീവിച്ചു വരുന്നവർ, കർത്താവിനുള്ളവർ ആയിരിക്കും 1000 ആണ്ട് വാഴ്ചയിലെ പ്രജകൾ. അവരെ ഭരിക്കുന്നത് ക്രിസ്തുവും ക്രിസ്തുവിനുള്ളവരുമാണ്. ക്രിസ്തുവിനുള്ളവർക്ക് ഭൂമിയിൽ പാർക്കാൻ വീടുമൊന്നും വേണ്ട. അവര് ദൂതന്മാരെ പോലെ ഉള്ള ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ അതേ പ്രകൃതത്തിലായിരിക്കും. അതുകൊണ്ട് അവര് ഇവിടെ ഉള്ള പ്രജകളോട് കൂടിക്കലർന്ന് ജീവിക്കുന്നുവെന്നില്ല. അങ്ങനെ വേണ്ട. അവര് സ്വർഗത്തിലായിരിക്കും. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇങ്ങോട്ട് വരുന്നതിന് ഒന്നും സമയമെടുക്കത്തില്ല. കണ്ണിമയ്ക്കുന്നിടയിൽ കാര്യങ്ങളൊക്കെ നടക്കും.
അപ്പോൾ വിശുദ്ധന്മാർ ആ സമയത്ത് വസിക്കുന്നത് ഭൂമിയിലായിരിക്കില്ല. ഇതറിയാതെ കുറെ വർഷങ്ങൾക്ക് മുമ്പാ ഞാൻ ശുശ്രൂഷിച്ച ചർച്ചിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്വന്തം പെങ്ങളെ പറ്റിയാ പറഞ്ഞു. സ്ഥലവും ആളിനെ ഞാൻ പറയത്തില്ല. എന്നോട് പറഞ്ഞു, മാസ്റ്റർ, എന്റെ പെങ്ങള് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ ഈ നല്ല വലിയ വീടോ ബംഗ്ലാവോ ഒക്കെ കാണുകയാണെങ്കിൽ പൊത്താൽ അതിന്റെ ഭിത്തിയേൽ പോയി കൈ തൊട്ട് പ്രാർത്ഥിക്കും. കൈ തൊടാൻ പറ്റിയില്ലെങ്കിൽ അതിന് നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്ന് എനിക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ സൗധത്തിലൊന്നും വസിക്കാൻ കഴിയുന്നില്ല, 1000 ആണ്ട് വാഴ്ചക്കാലത്ത് എനിക്കിത് തരണേ. അജ്ഞത കൊണ്ടുള്ള പ്രാർത്ഥനയാണത്. കാരണം 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നവരായിരിക്കില്ല. നമ്മുടെ വാസം ഇവിടെ ആയിരിക്കില്ല. നാം തേജസ്കരിക്കപ്പെട്ട ദേഹത്തിലായിരിക്കും. യേശുവിന്റെ അടുക്കൽ മറുരൂപമലയിൽ മോശയും ഏലിയാവും വന്നതുപോലെ ആവശ്യമുള്ള സമയത്ത് നമുക്കിവിടെ എത്താം. നമുക്ക് കാര്യം നമ്മളെ ഏൽപ്പിച്ച ആ ദൗത്യം നിർവഹിച്ച് നമുക്ക് വീണ്ടും പോകാം. ഇതിനൊന്നിനും നേരം എടുക്കില്ല. കണ്ണിമയ്ക്കുന്നിടയിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമ്മള് ഇവിടെ പാർക്കുന്നവരോട് കൂടെ മിക്സ് ചെയ്ത് അവർക്കൊപ്പം ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യം ഇല്ല. കർത്താവ് യേശു ക്രിസ്തു അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. ആയിരിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, ക്രിസ്തുവാണ് ഔദ്യോഗികമായ ഭരണം, രാജാവ്. എന്നാൽ അത് കർത്താവ് നിറവേറ്റുന്നതിന് ഒരു പക്ഷേ ദാവീദിനെ തന്നെ ഒരു വാസൽ എന്ന് ഉദ്ദേശിക്കുന്ന പദം ശരിയല്ല ഇവിടെ, വാസലിന്റെ അർത്ഥം വേറെയാ, എന്നാലും പകരക്കാരനായി ദാവീദിനെ ഇവിടെ ഇരുത്തി ഭരണം നടത്താം. അപ്പം അങ്ങനെയുള്ള ചിന്താഗതികൾ പലർക്കും ഉണ്ട്. യേശു 24 മണിക്കൂറും ഇവിടെ സിംഹാസനത്തിൽ യെരുശലേമിൽ ഇങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല. മോശ ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ 24 മണിക്കൂർ ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും നേരമില്ലാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അമ്മായിയപ്പൻ ഉപദേശം കൊണ്ടൊക്കെ വരണ്ട ആ നിലയില് ബിസിനസ് ഒന്നും കർത്താവിന് കാണത്തില്ല. ബിസിനെസ് കർത്താവിന് ആ സമയത്ത് കാണില്ല. കാരണം അന്ന് അങ്ങനെയുള്ള കേസുകൾ തന്നെ ഇല്ല. മന്ത്രിസഭയൊന്നും കൂടേണ്ട ആവശ്യമില്ല. കർത്താവിന് വേറെ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. രാജ്യസഭയിൽ ഒന്നും വന്ന് പാസ്സാക്കേണ്ട ആവശ്യമില്ല. ഭൂരിപക്ഷം നോക്കേണ്ട ആവശ്യമില്ല. യേശു രാജാവായിരിക്കും. കർത്താവ് 24 മണിക്കൂറും ഭൂമിയിൽ, യെരുശലേമിൽ, സിംഹാസനത്തിൽ, കൊട്ടാരത്തിൽ, ബംഗ്ലാവിൽ, പാലസിൽ ഇരിക്കണമെന്നൊന്നും ഇല്ല. അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചിന്താഗതിയിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ നാം ചിന്തിക്കുന്നതിനൊക്കെ വളരെ അതീതമായ ഒരു മഹത്വത്തോടെ ആയിരിക്കും കർത്താവ് അന്നായിരിക്കുന്നത്. അന്നേരം ദാവീദ് ഏത് രൂപത്തിലായിരിക്കും? അവരെല്ലാവരും തന്നെ തേജസ്കരിക്കപ്പെട്ട രൂപത്തിലായിരിക്കും, തേജസ്സിലായിരിക്കും. ആ തേജസ്സിലായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോടുകൂടെ അവർക്ക് കാണാനും തൊടാനും കഴിയുന്ന അളവിൽ വന്നില്ലേ? അതെ. ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ പലരും വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായില്ലേ? മോശയും ഏലിയാവും അക്ഷരീയമായി പത്രോസിനും ഒക്കെ കാണുവാൻ കഴിയുന്നത് പോലെ യേശുവിന്റെ അടുക്കൽ വന്ന് സംസാരിച്ചില്ലേ? അപ്പോൾ അത് സാധ്യമാണ്, അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. ഈ 1000 ആണ്ട് വാഴ്ചയില് യേശുവിനോടുള്ള വാഴുവാന് രൂപാന്തര ശരീരം ആവശ്യമില്ല. അന്നേരം ഈ യഹൂദന്മാരും ജാതികൾക്കും രൂപാന്തരപ്പെടത്തില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, അവര് ജഡശരീരത്തിൽ തന്നെ ആയിരിക്കും.
മഹാപീഡനകാലം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന യഹൂദന്മാരും ജാതികളും ഈ ശരീരത്തിൽ തന്നെ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ 80 വയസ്സ് മാത്രം ജീവിച്ചിരിക്കുന്ന പരുവത്തിലാണെങ്കിൽ അന്ന് അത് 1000 വർഷം ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ശരീരത്തിനും കാലാവസ്ഥയ്ക്കും മാറ്റം ഉണ്ടാകുമെന്ന് മാത്രം. 1000 ആണ്ട് വാഴ്ചയിലെ ജഡവാസികൾക്കും യാത്ര ചെയ്യാൻ ഇത് നമ്മുടെ ഇന്നത്തെ പോലെ കാറും വണ്ടിയൊക്കെ വേണ്ടേ? വേണ്ടിവരും. കാരണം ഏദനിൽ ആദം ഒക്കെ പാർത്ത ഏതാണ്ട് ഒരവസ്ഥയായിരിക്കും അന്ന് ശരീരത്തിൽ. കപ്പ നട്ടാൽ ഇന്നത്തെ രാജ്യങ്ങളൊക്കെ കാണുമല്ലേ അന്ന്? എന്തോ ഇന്നത്തെ രാജ്യങ്ങളൊക്കെ അന്നും കാണുമല്ലേ? കാണും, തീർച്ചയായിട്ടും. അമേരിക്കയും ലണ്ടനും തീർച്ചയായിട്ടും ഒക്കെ കാണും, ഒക്കെ കാണും. പഴയ ഭൂമി പക്ഷെ തന്നെ, പഴയ ഭൂമി തന്നെ. അതെ, ഭൂമി ഇത് തന്നെയായിരിക്കും. പിന്നെ ഭൂപ്രകൃതിയിൽ മാറ്റങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പ്രവചിച്ചതുപോലെ ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പർവ്വതങ്ങൾ, കുന്നുകൾ, മലകൾ ഒക്കെ. അന്ന് ഭരിക്കപ്പെടുന്ന ജനങ്ങളെല്ലാം സ്വർഗത്തിൽ പോവോ? ഇല്ല, ഇല്ല, ഇല്ല. ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. യുദ്ധത്തിൽ ആ ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ യേശുക്രിസ്തുവിന്റെ രാജത്വത്തിൽ അനുഗ്രഹങ്ങളും സമാധാനവും അനുഭവിച്ച ഒരു വലിയ പുരുഷാരത്തെയാണ് സാത്താൻ വശീകരിച്ച് ഗോഗ് മാഗോഗ് യുദ്ധത്തിന് വേണ്ടി കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായി കൂട്ടുന്നത്. അതുകൊണ്ട് അവർ എല്ലാവരും 1000 ആണ്ട് വാഴ്ചയിലുള്ള എല്ലാവരും നിത്യതയിലേക്ക് പ്രവേശിക്കില്ല. പാസ്റ്റർ, ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് സാത്താനെ അഴിച്ചുവിട്ട് ഒടുവിലെ സാത്താനെ അഗ്നികുണ്ഡത്തിൽ ഇടുമല്ലോ. അതെ, ടൈം ലിമിറ്റ് വല്ല നമുക്ക് എവിടെയെങ്കിലും ബൈബിളിലോ എവിടെയെങ്കിലും ഉണ്ടോ? മീൻസ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ആ സാത്താനെ ഇടുന്നവരെയുള്ള ആ ടൈം ലിമിറ്റ് എന്തെങ്കിലും നമുക്കൊരു എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? മീൻസ് ഉണ്ടോ? പ്രൂഫില്ല. വെളിപ്പാട് 20 നമ്മൾ കാണുന്നത് അല്പകാലത്തേക്കെന്നാണ്. ആ അല്പം എന്നുള്ളതിന്റെ ദൈർഘ്യം എന്താണെന്ന് നമുക്ക് അറിയില്ല. 20-ാം അധ്യായത്തിന്റെ 7 തൊട്ട് കാണുന്നത് 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. അപ്പോൾ അങ്ങനെ 20-ന്റെ 3-ാം വാക്യത്തിന്റെ അവസാനം, 20-ന്റെ 3-ന്റെ അവസാനം, അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അല്പകാലത്തേക്ക്. ഇത്രയേ ഉള്ളൂ. ഈ ജനങ്ങൾക്കൊക്കെ കൂടെ യേശുവിനെതിരെ അണിനിരക്കാനുള്ള ഒരു ചെറിയ കാലദൈർഘ്യം. എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അനുമാനങ്ങൾ ആരെങ്കിലും ഒക്കെ പറയാവുന്നേ ഉള്ളൂ. അല്ലാതെ തെളിവായിട്ട് നമുക്കെടുത്ത് പറയാനില്ല. അല്പകാലം എന്ന ഒരു പ്രയോഗമേ നമുക്കിവിടെ ഉള്ളൂ. അന്നുള്ള ജനങ്ങൾക്ക് ഭക്ഷണമൊക്കെ വേണ്ടേ? അപ്പൊ കൃഷിയൊക്കെ ഇല്ലാഞ്ഞാൽ എങ്ങനെ അന്നിവിടെ ഭരിക്കപ്പെടുന്ന ജനങ്ങൾ ഭക്ഷണമൊക്കെ വേണ്ടി വരാന്നല്ലോ. ആണോ? കൃഷിയൊക്കെ ഇല്ലാതെ ഇപ്പൊ എങ്ങനെയാ ഭക്ഷണം? ഉണ്ട്, കൃഷി ഉണ്ടല്ലോ. ഒരു കൊല്ലം കൃഷി ചെയ്താൽ പിന്നെ അടുത്ത 7 കൊല്ലത്തേക്ക് അതിന്റെ ഫലം കൊണ്ട് ജീവിക്കുമെന്ന്. അതുപോലെ ഫലപുഷ്ടമായിരിക്കുമല്ലോ. അതെ, ഫലഭൂയിഷ്ടമായിരിക്കും. അന്നത്തെ പകൽ വെളിച്ചം ഇന്നത്തേതിന്റെ 7 മടങ്ങായിരിക്കും. അന്ന് കൃഷിയുണ്ട്. പക്ഷേ
ഇപ്പൊ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളോ കീടനാശിനികൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളോ ഇങ്ങനൊന്നും ഉള്ളതിന്റെ ആവശ്യമില്ല. മരുന്ന് ഫാക്ടറികള്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതാ പറഞ്ഞത്. പ്രവാചകൻ പറയുന്നത് അക്കാലത്ത് ഇന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അത് കൃഷിയായുധങ്ങളാക്കി മാറ്റുമെന്നാണ്. യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത് അന്ന് കൃഷിയായുധങ്ങളാക്കി മാറ്റും. അന്ന് കൃഷിയുണ്ട്, കൃഷിയിൽ വളരെ ഫലഭൂയിഷ്ഠതയായിരിക്കും ഉണ്ടാവുക. ബാക്കി തരത്തിലുള്ള ഫാക്ടറികളും കാര്യങ്ങളും ഒക്കെയാണ് ഇല്ലായിരിക്കും എന്ന് പറഞ്ഞത്. ഇന്നിപ്പോ ഒത്തിരി ഉള്ളത് മെഡിസിൻ, മരുന്ന് ഫാക്ടറികളും കെമിക്കൽ ഉൽപ്പന്നങ്ങളും അങ്ങനൊന്നും ഉള്ളതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അന്ന് കർത്താവിനെ മാത്രം ആരാധിക്കുന്നവരെ കാണുകയുള്ളൂ. 1000 ആണ്ട് വാഴ്ചയിൽ അല്ല. കർത്താവിനെ ആരാധിക്കാൻ ഇഷ്ടപ്പെടാത്ത മത്സരികൾ ചിലരുണ്ടാകും. അല്ല, സാത്താനെ പൂട്ടി കഴിയുമ്പോൾ പാപം പൂർണ്ണമായിട്ട് മാറി കഴിയുമ്പോഴത്തേന് അന്നേരവും മത്സരികൾ ഉണ്ടാവും. പാപം പൂർണ്ണമായി മാറുന്നില്ല. പാപമുള്ള ശരീരത്തിൽ തന്നെയാണ് അന്നും ഈ ജനം വസിക്കുന്നത്. അപ്പോഴും സാത്താന്റെ ഇൻഫ്ലുവൻസ് ഇല്ലല്ലോ ആ സമയത്ത്. ഇല്ല, സാത്താന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് കൊണ്ട് ആ നിലയിൽ അവർക്ക് പാപം ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മനസ്സുകൊണ്ട് അതിലും ഒരു കൂട്ടർ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിച്ചവരാ. കുറെ പേര് സഹസ്രാബ്ദത്തിൽ ജനിച്ചവരുണ്ടാവും. എന്നാൽ കുറെ അധികം പേര് ഇപ്പോഴത്തെ നിലയിൽ പാപമൊക്കെ ചെയ്ത് ആസ്വദിച്ച് പാപത്തിന്റെ സുഖമൊക്കെ കിട്ടി കണ്ട് കേട്ട് അതിലേക്ക് പ്രവേശിച്ചവരാണ്. അപ്പോൾ ചിലർ അക്കാലത്ത് യഹൂദന്റെ ഉത്സവാചരണങ്ങൾ പോലെയുള്ള ചിലതൊക്കെ അന്ന് അവർക്ക് ആചരിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് യെരുശലേമിൽ വരാതെ മത്സരികളായി നിൽക്കുന്ന ചിലരെ കുറിച്ച് സെഖരിയാവ് പ്രവചിക്കുന്നുണ്ട്. അവർക്ക് ചെറിയ ചെറിയ അടികളൊക്കെ, ഇപ്പം കൃഷിയുണ്ട്, കൃഷിക്ക് മഴ വേണം, മഴ പെയ്യാതെ അവർക്ക് വരൾച്ചയൊക്കെ കൊടുക്കുന്ന അനുഭവങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഇവരായിരിക്കും, ഇങ്ങനെയുള്ളവരാണ് സാത്താൻ ഇല്ലാത്തത് കൊണ്ട് പാപം ചെയ്യാൻ കഴിയാതെ ഇൻഫ്ലുവൻസറായി അവരെ സ്വാധീനിക്കുന്നയാൾ ഇല്ലാതെ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നവരാണ് അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചു വിടുമ്പോൾ അവന്റെ പക്ഷം ചേരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സഹസ്രാബ്ദത്തിലുള്ള എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല, അവർ മരിക്കുന്നു. സഹസ്രാബ്ദത്തിലും മരണമുണ്ട്, ഇന്നത്തെ നിരക്കിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അസുഖം വന്നോ, അപകടം കൊണ്ടോ, കൊലപാതകം കൊണ്ടോ, ആത്മഹത്യ കൊണ്ടോ ഉള്ള മരണങ്ങൾ അന്നുണ്ടാവില്ല. അല്ലാതെ ആദാമിന്റെ ഒക്കെ കാലത്ത് പ്രായം ചെന്ന് 900 ചില്ലുവാനും വർഷങ്ങളൊക്കെ ജീവിച്ചിരുന്ന നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള മരണങ്ങളൊന്നും ഉണ്ടായിരിക്കും. പിന്നീട് ഒരു ചോദ്യം വന്നത്, ഇവർ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിന് രൂപാന്തരം വരുമോ എന്നുള്ളതാണ്. അവരുടെ ശരീരത്തിന് രൂപാന്തരം വരുന്നതും ഒക്കെ ഇവരൊക്കെ മരിക്കുമല്ലോ. സഹസ്രാബ്ദകാലത്തും മരിക്കുന്നവരുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ ഏറ്റവും ഒടുവിലത്തെ ഉയർപ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവിടെയും നരകത്തിലേക്ക് പോകുന്നവരാണ് ഏതാണ്ട് എല്ലാവരും. എല്ലാവരും ഇല്ല, ഏതാണ്ട് എല്ലാവരും. എന്നാൽ അന്നുപോലും വെറുതെ നരകത്തിലേക്ക് ഒരുമിച്ച് വിടുന്നില്ല. ഈ ആബാലവൃദ്ധം ജനങ്ങളും ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടും. അവരെ ന്യായം വിധിക്കും. പുസ്തകങ്ങൾ തുറക്കുന്നു.
ജീവന്റെ പുസ്തകവും തുറക്കുന്നു. എന്നിട്ട് നോക്കും, സഹസ്രാബ്ദ കാലത്ത് മരിച്ചയാളായാലും സഹസ്രാബ്ദ കാലത്ത് ജീവിച്ചിരുന്നയാള് മരിക്കാതെ തന്നെ സഹസ്രാബ്ദത്തിന്റെ ഒടുവിൽ എത്തിയാളായാലും ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നോക്കും. എങ്കിലേ ദൈവത്തിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. ആ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അന്തിമ ന്യായവിധിക്ക് ശേഷം ഈ പ്രപഞ്ചത്തിന് തന്നെ മാറ്റമുണ്ടാവുകയാണ്, ഈ സൃഷ്ടിക്ക് മാറ്റമുണ്ടാവുകയാണ്. എല്ലാം പുതുതായി തീരുന്നു. ആകാശം പുതിയത്, ഭൂമി പുതിയത്, യെരുശലേം പുതിയത്. അന്ന് ആ സമയത്താണ് മറ്റുള്ളവരുടെ ശരീരവാസികളായിരുന്നവരുടെ ശരീരത്തിനും രൂപാന്തരമുണ്ടായിട്ട് പുതിയ ആകാശഭൂമികൾക്ക് പറ്റിയ ശരീരമായി മാറുന്നത്. ശരീരത്തിന് രൂപാന്തരം അന്നാണ് ഭവിക്കുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെയായി നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ രൂപാന്തരം ശരീരത്തിന് അത് അന്ത്യന്യായവിധിക്ക് ശേഷമാണോ? അതെ, അന്തിം ന്യായവിധിയോട് കൂടെയാണ്. അതാണ് അവസാനത്തേത്. അതിനുശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പം ഈ 1000 ആണ്ട് വാഴ്ചയിൽ ജീവനോടിരിക്കുന്നവർ, ഏറ്റവും അവസാനം വരെ ജീവനോടിരിക്കുന്നതായ വിശുദ്ധന്മാരല്ലാത്തവര്, അവരെങ്ങനെ ന്യായവിധിയിലോട്ട് കയറുന്നത്? ഈ ശരീരത്തോടു കൂടിയാണോ? അവർ അങ്ങനെ വിശുദ്ധന്മാരല്ലാത്ത എല്ലാവരും തന്നെ സാത്താന്റെ പക്ഷം ചേരും. എല്ലാവരും മരിക്കും. സാത്താന്റെ പക്ഷം ചേരുന്നവരെല്ലാവരും ഈ ന്യായവിധിക്ക് മുമ്പ് മരിക്കും. അവരെ എല്ലാവരെയും, അങ്ങനെയുള്ള ഏറ്റവും ആദ്യം മരിച്ചത് ആരാണോ അശുദ്ധനായിട്ട് ആദാമിന്റെ കാലത്ത്, അയാള് തുടങ്ങി ഈ ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ സാത്താന്റെ പക്ഷം ചേർന്ന് മരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പാവി വരെയുള്ള സകലരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചാണ് യേശുക്രിസ്തു അന്തിമ ന്യായവിധിയിൽ നിർത്തുന്നതും ന്യായം വിധിക്കുന്നതും. അവർ ഉയർത്തെഴുന്നേൽക്കുന്നതും മരിക്കാത്ത, നശിക്കാത്ത ശരീരത്തിലാണ്. തേജസ്സിന്റെ ശരീരമല്ല എന്ന് മാത്രം, പക്ഷേ ഇമ്മോർട്ടലായിട്ടുള്ള, അദ്രവത്വമുള്ള ശരീരത്തിലാണ് പാപികളും ഉയർത്തെഴുന്നേൽക്കുന്നത്. എങ്കിലേ നരകത്തിൽ നിത്യകാലം ദണ്ഡനം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ യുദ്ധത്തിൽ ചേരാത്ത വിശുദ്ധന്മാരാണ് കർത്താവിനോടുകൂടെ, അതെ, കർത്താവിനോടുകൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. ആ സമയത്താണ് അവർക്ക് രൂപാന്തരം ഉണ്ടാകുന്നത്. അതെ, അതെ, ആ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൽ അവർക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. അന്നേരം പുതിയ ആകാശത്തിലെ ഇപ്പോഴത്തെ പറയുന്ന ഹ്യൂമൻ റേസ് ഇല്ല, മനുഷ്യരില്ല. ജഡശരീരത്തിലോ? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ജഡശരീരമുള്ളവര് ഉണ്ടാവില്ല, ഇല്ല. കാരണം അത് നിത്യതയാണ്. ആ നിത്യതയ്ക്ക് ഒത്ത ശരീരത്തിലേക്ക് അതിൽ പ്രവേശിക്കുന്ന എല്ലാവരും രൂപാന്തരപ്പെട്ടിരിക്കും. അങ്ങോട്ട് എല്ലാവർക്കും പോകാൻ കൊതിയുണ്ടോന്ന്, അങ്ങോട്ട് എല്ലാവർക്കും പോകാൻ കൊതിയുണ്ടോന്ന് ഇത് കേട്ടിട്ട്. കൊതി ഉണ്ടാവണം. അതിനാ ഈ കൊതിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. 2 പത്രോസ് 1:4 പറയുന്നത് പോലെ, സ്തോത്രം. ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് നിർത്താം, സമയം മുമ്പോട്ട് പോയെന്നറിയാം. ആ വാക്യം ഒന്ന് വായിച്ച് നിർത്തിയേക്കാം. 2 Peter 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. കർത്താവ് നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുക. കൂട്ടിച്ചേർക്കട്ടെ, നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെയുള്ള, ഇനി ചിന്തിക്കാൻ ഇരിക്കുന്നതുമായ അനേകം
വിലയേറിയ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ കർത്താവ് തുറന്നിട്ടിരിക്കുന്നത്. പോസിബിലിറ്റീസ്. ആ സാധ്യതകൾ മുമ്പിൽ കണ്ട് നാം എന്ത് ചെയ്യുക? ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ആ പ്രത്യാശയെ പിടിച്ചുകൊള്ളുവാൻ നാം ഒരുങ്ങുക. അതിന് കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.